ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മളെ ഐസ്ക്രീം കമ്പനിയുടെ ഫ്രണ്ട് ഭാഗമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെയാണ് വർക്കിന് വന്നത്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കണം, മറ്റേ ഐസ്ക്രീം കൊണ്ടുപോകുന്ന വണ്ടിയൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ്ക്രീം കമ്പനിയുടെ ഉള്ളിൽ ഇപ്പോൾ ഇത് കാണാനുണ്ട്. ഇത് സ്ട്രോബെറിയുടെ ഐസ്ക്രീമാണ്, ചോക്കോബർ പോലത്തെ. അത് ആ ഉള്ളിൽ വേറൊരു ഇതുണ്ട്, ടാങ്ക് ഉണ്ട്. അതിൽ ക്രീമൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ അതിൽ എല്ലാ സാധനവും ഇട്ട് കൊടുക്കും. ഒരു ഇതുണ്ട് ടാങ്ക് പോലത്തെ. അതിൽ പിന്നെ ഔത്തിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ മെഷീനിൽ കയറിയിട്ട് ഈ മെഷീനിൽ കോലിടുന്ന സ്ഥലമുണ്ട്. കോലിട്ട് കൊടുത്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ നേരെ പോയിട്ട് ഈ സാധനം കുത്തിയെടുക്കും, ഇങ്ങനെ കട്ടായിട്ട് പോകാൻ. എന്നിട്ട് പിന്നെ അത് ഇങ്ങോട്ട് ഓടി താഴ്ത്തോട്ട് വരും. എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് പെൺപിള്ളേർ ഓരോന്നോരോന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കും. അതിങ്ങനെ തീട്ടി വന്നിട്ട് ഒരു കവറിൽ കയറിയിട്ട് സ്റ്റിക്കർ വെച്ച് കൊടുക്കും, ഇങ്ങനെ റോൾ ചെയ്ത്. അപ്പോൾ ആ സ്റ്റിക്കറിൻ്റെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ കട്ടായി വീഴുമ്പോൾ പെൺപിള്ളേർ ബോക്സിലാക്കി നോക്കി 25 40 വെക്കും ഇങ്ങനെ. അത് ഓരോ ഐസ്ക്രീമിനും ഓരോ കണക്കുണ്ട്. എന്നിട്ട് അതാണ് ഇവന്മാർ ആൺപിള്ളേർ ഇങ്ങനെ ഈ പെട്ടി ഇങ്ങനെ ബോക്സ് പാക്ക് ചെയ്ത് മാറ്റി വെക്കും. എന്നിട്ട് ഒരു 4 വെച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് കൊണ്ടുപോയി അങ്ങോട്ട് മാറ്റി ഒരു സംഭവത്തിൽ കൊണ്ട് വെക്കും. അതപ്പോൾ ചെയിൻ പോലത്തെ ഒരു ഇതാണ്. അതിൽ നിന്ന് ഓടി ഇങ്ങനെ പോയിട്ടാണ് ഒരു ചെയിൻ പോലത്തെ സംഭവം ഉണ്ട്. അതിൽ നിന്ന് ഓടിപ്പോയിട്ടാണ് പിന്നെ അത് പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് അവർ റാപ്പ് ചെയ്തിട്ട് ലോറിയിൽ കണ്ടെയ്നറിൽ കയറ്റിയിട്ട് ഇത് സാധനം ലോഡ് പല പല കടകളിലൊക്കെ പോകും. അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം. ഞങ്ങൾ പുഷ്കിന്നൂർ പോയപ്പോൾ കുറേ കടകളിൽ ചെന്നപ്പോൾ ഞങ്ങളെ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഐസ്ക്രീമാണ് ഇവിടെ ഭൂരിഭാഗം മിക്ക കടയിലും സംഭവം ഇരിക്കണേ ഞാൻ കണ്ടായിരുന്നു. അത് പല ടൈപ്പ് ഐസ്ക്രീം പറഞ്ഞിട്ടെ. ഇതിപ്പോൾ സ്ട്രോബെറീൻ്റെയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. പിന്നെ മുസംബീൻ്റെ ഉണ്ട്, ചോക്ലേറ്റിൻ്റെ ഉണ്ട്, പിന്നെ മുസംബിയുടെ ഉണ്ട്, മുന്തിരിയുടെ ഉണ്ട്, കോൺ ടൈപ്പിൻ്റെ ഒക്കെ ആണ് ടൈസ് ചെയ്ത്. ഇപ്പോൾ